നാഭി സർവശരീരാണാം മൂലസ്ഥാനം പ്രകൃതിദം എന്നും പറയുന്നുണ്ട്. നാഭി എന്ന് പറയുന്നത് പ്രാണ എനർജിയുടെ ഒരു പ്രത്യേക പോയിന്റാണ്. അഗ്നിസ്ഥാനം നാഭിദേശേ എന്നുള്ളതാണ് പറയുന്നത്. അഗ്നിയുടെ സ്ഥാനമാണ് നാഭി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദഹന രസങ്ങളെയൊക്കെ തന്നെ ആക്റ്റീവ് ആക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. രാത്രി സമയത്ത് ചെയ്യാനാണ് നല്ലത്. വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്തല്ല, നമ്മൾ കിടക്കുന്നതിൻ്റെ തൊട്ട് മുൻപേ ആയിട്ട് 2 തുള്ളിയാണ് ആവശ്യമുള്ളത്. ഒരുപാടൊന്നും ഒഴിക്കരുത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്തരം ഭാഗം എപ്പോഴും തന്നെ ക്ലീൻ ആക്കി വെക്കണം. ഒതിയെ ആ നാഭി ഏരിയയിൽ ഒന്ന് തടവി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ദേഹം കഴുകുന്ന സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. സ്നേഹോ വാദഹരാണാം ശ്രേഷ്ഠ എന്നുള്ളതാണ് പറയുന്നത്. എണ്ണ ചികിത്സ അല്ലെങ്കിൽ സ്നേഹനം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വാദദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. മുടി പെട്ടെന്ന് നരയ്ക്കുന്നതായിട്ട് കാണാം. വല്ലാണ്ട് ആങ്ഷൈറ്റി പ്രശ്നങ്ങളൊക്കെ തന്നെ, ചിന്താകുലരായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയും, എപ്പോഴും നമുക്കൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാം. ഇങ്ങനെയുള്ള വേദന, നീർക്കെട്ട്, ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാം. പീരീഡ്സിൻ്റെ സമയത്ത് അധിക വേദന അനുഭവപ്പെടുക, അല്ലെങ്കിൽ പീരീഡ്സ് വളരെയധികം ലേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക, ഫിഷർ അല്ലെങ്കിൽ മലം ശരിക്കും പോവാതിരുന്നിട്ടൊക്കെ തന്നെ ആ ഭാഗങ്ങളിൽ ലീഷൻസ് ഉണ്ടാവുകയും ഫിഷർ ഉണ്ടാവുകയും, ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ വയറ് വീർത്തിരിക്കുന്ന ഒരവസ്ഥ, ഉറക്കം ശരിയായിട്ടില്ലാതെ ഇരിക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വാതദോഷം കൂടിയിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോഴും തന്നെ നമ്മൾ ഉപയോഗിക്കാൻ നല്ലത് മഹാനാരായണ, ബലാശ്വഗന്ധാദി തൈല അല്ലെങ്കിൽ ക്ഷീരബലതൈല ഇതുപോലുള്ളതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ വേദനയുള്ളവർക്ക് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിത്തദോഷമാണ് ശരീരത്തിൽ കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല റെഡിഷ് ആയിട്ടുള്ള കളറ് കാണാം, അല്ലെങ്കിൽ ശരീരം മുഴുവനായിട്ട് ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥ കാണാം. ഇങ്ങനെയുള്ളവർക്കൊന്നും എള്ളെണ്ണയോ ഒന്നും ഉപയോഗിക്കാനേ പാടുള്ളതല്ല. എപ്പോഴും ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. മുടിയൊക്കെ തന്നെ വല്ലാണ്ട് കൊഴിഞ്ഞു പോകുക എന്നുള്ള പ്രശ്നങ്ങളുള്ളതും നമുക്കറിയാലോ. പിത്തം കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. സ്കിന്നിലുള്ള ബുദ്ധിമുട്ടുകളായാലും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലായാലും പ്രശ്നങ്ങൾ, മുടി നേർത്ത് വരിക എന്നുള്ളതും, മുടി പെട്ടെന്ന് നരയ്ക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് എന്താണ്? വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എപ്പോഴും തന്നെ ഏത് പ്രകൃതിയിലുള്ളവർക്കായാലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. വെളിച്ചെണ്ണയാണ് നമുക്ക് കിട്ടാൻ എളുപ്പമുള്ളതും ഉപയോഗിക്കാൻ നല്ലതും. ഇനി അതിനേക്കാൾ ഒന്നുകൂടെ മികച്ചതായിട്ടുള്ളതുണ്ട് നമ്മുടെ നെയ്യ് എന്നുള്ളത്. ശുദ്ധമായിട്ടുള്ള നെയ്യാണെങ്കിൽ വളരെ ബെസ്റ്റാണ്. നെയ്യൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നെയ്യ് കൊണ്ട് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ്സിനെയൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. കഫം കൂടിയിട്ട് ഉണ്ടാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് കടുക് എണ്ണ, മസ്റ്റാർഡ് ഓയിൽ ഉപയോഗിക്കാം.